ഞാനിവിടെ ഇപ്പോഴെല്ലാവരും സാക്ഷ്യം പറഞ്ഞപ്പോഴും എൻ്റെ ഒരു ചിന്ത, ദൈവമേ, അത് തന്നെയല്ല വചനം തോമസ് പോൾ ബ്രദർ പ്രസംഗിച്ചപ്പോഴും എൻ്റെ ചെറുപ്പത്തിൽ ഒരു 16 വയസ്സായപ്പോൾ തുടങ്ങി എനിക്ക് എൻ്റെ കർത്താവ് സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് നടത്തിയത്. ഏതാണ്ട് 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരിയേറെ സഹനം. പക്ഷെ എൻ്റെ ഈശോയെ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇന്നും എനിക്ക് ഒത്തിരിയേറെ സഹനങ്ങൾ മക്കളിലൂടെയും ഭർത്താവിൽ നിന്നും മറ്റ് ഉള്ളവരിൽ നിന്നും ഈ യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒത്തിരിയേറെ പീഡനങ്ങളും സഹനങ്ങളും എനിക്കുണ്ട്. ഇന്നലെ ഞങ്ങൾ ഗ്രൂപ്പ് കൂടിയപ്പോഴും ഇതേപോലെ തന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് എൻ്റെ 3 പടിയും ദണ്ടും ആണ് തരുന്നതെന്ന് ബാക്കി പറയാൻ കിട്ടുന്നില്ല, ഓർക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു സഹോദരിക്ക് തലവേദന സഹിക്കപ്പെട്ടു. പിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന സമയത്തും യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. കാരണം എനിക്ക് ഒന്നും അറിയില്ലാത്ത ഒരു കഴുതയായിരുന്നു ഞാൻ. ആ കഴുതയായി ഞാൻ ഈ മുസ്ലിംസിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ വീട്. ചിട്ടി വെച്ച് നടന്നപ്പോൾ ദൈവമേ, ഞാനിതെങ്ങനെ വിജയിക്കും? എൻ്റെ മകള് വിവാഹം ചെയ്ത് കടം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ വിജയിക്കും? അങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് ഈ വചനം കർത്താവ് തന്നത്. പിന്നെ എനിക്ക് തന്നു സങ്കീർത്തനം 91. അതെൻ്റെ മനഃപ്പാടമാണ്. ഇനിയും ഇതുപോലെ പിന്നെ വീണ്ടും യെശയ്യായുടെ പുസ്തകത്തിൽ പറയും, നിന്റെ രഹസ്യ അക്കമണ്ട് വരെ നിനക്ക് മുമ്പേ പോയി ഞാൻ ശേഖരിക്കുമെന്ന്. ഞങ്ങളുടെ ഇടവകയിൽ ഞാൻ എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തന്ന ആ നന്മ, ആ സ്നേഹം, ആ സഹനത്തിൻ്റെ തീച്ചുള്ളയിലൂടെ എനിക്ക് തന്ന അനുഗ്രഹം മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറയുന്നതാണ്. 500 ചില്ലാനം വീട്ടുകാരുള്ളതിൽ ഏറ്റവും പാവപ്പെട്ട ഒരു വീടായിരുന്നു എൻ്റെ ഭർത്താവാണെങ്കിൽ പൂർണ്ണമായ മദ്യപാനി. ഏതാണ്ട് 13-14 വയസ്സുള്ളപ്പോൾ മദ്യപിച്ച് നടക്കുന്ന ഒരു മകനെയാണ് എൻ്റെ ദൈവം എനിക്ക് തന്നത്. ഇന്നും ആ മകനിൽ ഒരു മാറ്റവുമില്ല, എനിക്കതിനൊരു വിഷമവുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ രഹസ്യ അക്കമണ്ട് വരെ നിനക്ക് മുമ്പേ പോയി ഞാൻ ശേഖരിക്കും എന്നിങ്ങനെ ധ്യാനത്തിലൂടെ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തിട്ടുണ്ട്, പിന്നെ അതൊന്നും നടക്കണ കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് 59,500 രൂപ രഹസ്യ അക്കമുണ്ടായി എനിക്ക് ശേഖരിച്ച് എന്നെ മുൻകരുതലോടെ എൻ്റെ ദൈവം ജനിച്ച നാട്ടിൽ ഇസ്രായേലിൽ പോകുവാൻ എന്നെ എൻ്റെ ദൈവം അനുവദിച്ചു. എൻ്റെ ഇടവകയിലുള്ള എല്ലാവരും പറയും, എന്നാലും ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. കോടിക്കണക്കിന് സ്വത്തുള്ള, കോടിക്കണക്കിന് വളരെയധികം സമ്പന്നരായി കഴിയുന്നവർക്ക് പോലും സാധിക്കാത്തൊരു കാര്യം എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ആ ഒരു ഇതില് പലരും പോകാൻ ഒരുങ്ങുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം.